ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. രക്തസമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റും ഒരുപാട് തന്നെയുണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന പോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ രക്തസമ്മർദ്ദം കൂടി നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അതായത് ഇത് കാരണം തന്നെ പക്ഷാഘാതം, ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റ് പല അസുഖങ്ങളുടെയും കാരണമായോ അല്ലെങ്കിൽ അവയിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ടോ ഒക്കെ BP അതായത് രക്തസമ്മർദ്ദം പ്രവർത്തിക്കാറുണ്ട്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മൾ BP തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു ചെറിയൊരു അസുഖമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു ഇതാണ് BP അല്ലേ. അതെല്ലാവർക്കും ഇപ്പോഴത്തെ എല്ലാവർക്കും ഉണ്ടല്ലോ. ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്നതല്ലേ എന്ന് കരുതിയിട്ട് അവരത് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ ഇത് അങ്ങനെ നമ്മൾ കാര്യമായിട്ട് എടുക്കാതെ വരുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പിന്നീട് ചികിത്സ വൈകുന്നതോടൊപ്പം തന്നെ അത് നമുക്ക് നമ്മളുടെ ശരീരത്തെ നല്ലതുപോലെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ തന്നെ നമുക്കത് പ്രത്യേകം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ജീവിത രീതിയിൽ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരണം. എല്ലാവർക്കും BPയും ഷുഗറും ഒക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അതുപോലെ അല്ല. നമുക്ക് ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ BPയുടെ പ്രശ്നം, രക്തസമ്മർദ്ദത്തിൻ്റെ കൂടിയാലും കുറഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ രക്തസമ്മർദ്ദം ഇല്ലാത്ത ആൾക്കാരും അറിഞ്ഞിരിക്കണം, ഉള്ള ആൾക്കാരും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് BP ഉള്ളവർ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പക്ഷാഘാതം, വൃക്ക രോഗങ്ങൾ, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്നിവയൊക്കെല്ലാം നമ്മൾ നയിക്കുന്നത് ഉപ്പ് ഒരു കാരണമാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നീടുള്ളത് വ്യായാമമാണ്. പതിവായിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വ്യായാമത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് പുകവലി ശീലമുള്ളവർ അത് ഒഴിവാക്കുക. നിർബന്ധമായിട്ടും അവസാനിപ്പിക്കണം എന്ന് തന്നെ പറയാം. അതായത് BPയിൽ വ്യതിയാനം വരുന്നതിന് പുകവലി വലിയൊരു കാരണമാണ്. പിന്നുള്ളത് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതായത് നേന്ത്രപ്പഴം, പയർവർഗ്ഗങ്ങൾ, ബ്രൗൺ ബ്രെഡ് എന്നെല്ലാം മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് കഴിക്കുന്നത് നമുക്ക് BP നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. പിന്നുള്ളത് മദ്യപാനമാണ്. മദ്യപാനം കഴിവതും ഒഴിവാക്കുക. അതായത് അമിതമായിട്ടുള്ള മദ്യപാനം, പതിവായിട്ടുള്ള മദ്യപാനം എന്നിവയെല്ലാം BP ഉയരുന്നതിന് കാരണമാകാം. അതുകൊണ്ടാണ് കുറയ്ക്കുക, നിർത്താനും പറയുന്നത്. പിന്നീടുള്ളത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ നിൽക്കുക. സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. അത് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം പല ടെൻഷനും കാരണങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെങ്കിലും, പ്രശ്നങ്ങളൊക്കെ ആ ഒരു വഴി കൂടെ നടന്നോളും. അതുപോലെ നല്ല കാര്യങ്ങളും ഒരു വഴി കൂടെ വന്നോളും. അപ്പം എല്ലാത്തിനും നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അതിനൊരു വഴി കണ്ടെത്താൻ പറ്റുള്ളൂ. വെറുതെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.